LGയുടെ 2026 മോഡൽ AC റിമോട്ട് വരുന്നതാണ്. കുറച്ച് ഹിഡൻ ഫീച്ചേഴ്സ് ഈ ഒരു റിമോട്ടിൽ വരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ മോഡ് എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ LGയുടെ തിങ്ക്യൂ ആപ്പ് വഴി നിങ്ങളുടെ AC കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ACക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മൊബൈലിൽ ആ ഒരു ആപ്പ് വഴി നമുക്കത് അറിയാനായിട്ട് സാധിക്കും. നമുക്കത് ഡയറക്റ്റ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ടും സാധിക്കും. AC ഓൺ ആക്കാം, ഓഫ് ആക്കാം, അത്തരത്തിൽ ഒത്തിരി ഓപ്ഷൻസ്. ഈ ഒരു റെഡ് സ്വിച്ച് 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ACയിൽ വൈഫൈ ഉണ്ടെങ്കിൽ വീട്ടിലെ മോഡായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ഈ ഒരു സ്വിംഗ് ബട്ടൺ നിങ്ങൾ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ACയുടെ ഡിസ്പ്ലേയിൽ അതിൻ്റെ ഒരു ഐക്കൺ കാണിക്കും. ഇതൊരു സെൽഫ് ക്ലീനിങ് ഓപ്ഷനാണ്. നിങ്ങളുടെ ACയുടെ ഇൻഡോറിൽ ഈർപ്പം ഉണ്ടെങ്കിൽ, ബാക്ടീരിയ ഉണ്ടെങ്കിൽ, ഫംഗസ് ഉണ്ടെങ്കിൽ, ബാഡ് സ്മെല്ല് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം. രണ്ടാമത്തെ സ്വിംഗ് ബട്ടൺ നിങ്ങൾ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റൂമിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് ഡിസ്പ്ലേയിൽ അറിയാനായിട്ട് സാധിക്കും. അടുത്തത് VIR. ഈ വിരാട് എന്ന് പറയുന്ന സ്വിച്ച് നിങ്ങൾ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ACയുടെ ഡിസ്പ്ലേ മാത്രമായിട്ട് ഓഫ് ആക്കാനായിട്ട് സാധിക്കും. ഈ 6-in-1 ബട്ടൺ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിമോട്ട് ചൈൽഡ് ലോക്ക് ആവും. കുട്ടികൾ പിന്നെ റിമോട്ടൊക്കെ എടുത്ത് കളിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ചൈൽഡ് ലോക്ക് മാറും. സ്ലീപ്പ് എന്ന് പറയുന്ന സ്വിച്ച് 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലീപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആകും. ഈ ഒരു ഡയറ്റ് ബട്ടൺ നിങ്ങൾ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ AC മ്യൂട്ടാകും. നിങ്ങൾ പ്രസ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ബീപ്പ് സൗണ്ടില്ലേ അതൊക്കെ ഓഫാകും. പിന്നെയും അത് ഓണാക്കാനായിട്ട് ഈ ഒരു ബട്ടൺ 3 സെക്കൻഡ് വീണ്ടും പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഡിസ്പ്ലേയിലും ഈ സ്വിച്ചുകളിലൊക്കെ ലൈറ്റിംഗ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നൈറ്റ് ഉപയോഗിക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു റിമോട്ടിൻ്റെ ഓപ്ഷൻസ് വരുന്നത്. ഇനി ഈ ഒരു റിമോട്ട് എന്തെങ്കിലും ഒരു കാരണവശാൽ പെട്ടെന്ന് ഹാങ് ആയി സ്റ്റക്കായി പോയി റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ 2 ബാറ്ററിയും ഒന്ന് ഊരിയിട്ട് പിന്നെയും ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ നോക്കി നിങ്ങൾ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. വളരെ എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കാം.